പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പി ജയരാജന്റെ വിവാദ പരാമർശത്തിൽ CPIM-നോട് ചോദ്യങ്ങളുമായി കത്തോലിക്ക സഭ മുഖപത്രം ദീപിക. രാഷ്ട്രീയ ഇസ്ലാമിനെ ജയരാജൻ കണ്ടു, പാർട്ടിയോ എന്ന തലക്കെട്ടിലാണ് ദീപികയുടെ എഡിറ്റോറിയൽ. പി ജയരാജന്റെ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്ന ലേഖനത്തിൽ CPIM-നും കോൺഗ്രസിനും രൂക്ഷ വിമർശനവുമുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തിൽ കൃത്യമായ നിലപാടില്ലാതെ വർഗീയതയ്ക്ക് വളരാൻ സഹായം ചെയ്തു എന്നാണ് വിമർശനം. വിവരങ്ങളുമായി S. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഈ എഡിറ്റോറിയൽ പറയുന്ന കാര്യങ്ങൾ? നേരത്തെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സംബന്ധിച്ച് പി ജയരാജൻ നടത്തിയ പ്രസ്താവനയിൽ പി ജയരാജന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക. അതേസമയം തന്നെ CPIM-നും കോൺഗ്രസിനും വിമർശനവുമുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ CPIM കാണാനിടയില്ലെന്നും തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ ലൈനാണ് CPIM-നെന്നും ഈ മുഖപ്രസംഗത്തിൽ അവർ വിമർശിക്കുന്നുണ്ട്. പ്രത്യേക അവകാശവും ആനുകൂല്യങ്ങളും കൊടുത്തല്ല ഭീകരവാദ പ്രവർത്തനങ്ങളെ നേരിടേണ്ടതെന്ന BJP നിലപാടിന് സ്വീകാര്യത വർദ്ധിക്കുകയാണ് എന്ന് മുഖപ്രസംഗം പറയുന്നു. പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ലേഖനം. പക്ഷപാതപരമായ രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് കേരളത്തിലെ പൊതുബോധത്തെ സ്വാധീനിക്കുന്നു എന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്നും മാധ്യമങ്ങൾ പീഡനം നടത്തുന്നവരെ ഇരകളായി ചിത്രീകരിക്കുന്നു എന്നും വ്യക്തമാക്കുകയാണ് ദീപിക ദിനപത്രം. പി ജയരാജന്റെ തുറന്നു പറച്ചിൽ പ്രതീക്ഷ നൽകുന്നതായും CPIM-ഉം കോൺഗ്രസും അവരുടെ പരമ്പരാഗത നിലപാട് തിരുത്തും എന്ന് കരുതുന്നുവെന്നും ഈ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. അതായത് ഈ പി ജയരാജന്റെ പ്രസംഗം വിവാദമായതിന് പിന്നാലെ ഇതാദ്യമായാണ് കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനത്തിന്റെയോ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു പ്രതികരണം വരുന്നത്. ശരി, S. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.